അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പോകുന്നുള്ളല്ലേ ഞങ്ങൾ ഖത്തർ കമ്മിറ്റിക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനാണ്. ഞങ്ങൾ മദ്രസയിലല്ലേ കുറച്ച് ദിവസമായിട്ട് മൈക്ക് സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിന് മെയിൻ കാരണമല്ലേ ഞങ്ങൾ ആമ്പ് വലുതും അതിൻ്റെ സ്പീക്കർ ചെറുതുമാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ ശരിയാവാത്തതുകൊണ്ടല്ലേ സ്പീക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇനി അതിനെ റിപ്പയർ ആയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ടല്ലേ നല്ലൊരു എമൗണ്ടിന് ആവശ്യമായിട്ട് വന്ന് ഓൾറെഡി മീലാദിന് പിരിവ് നടക്കുന്നതുകൊണ്ടല്ലേ ഇനിറ്റ് വേറെ തന്നെ പിരിവ് നടത്താനും കഴിയാത്ത അവസ്ഥയായി. മീലാദ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈക്ക് സെറ്റും കാര്യങ്ങളും ഇല്ല. അങ്ങനെ നമ്മൾ ഓഫ് സ്റ്റേജ് പരിപാടികൾക്കും മറ്റും നമുക്ക് നല്ലൊരു എമൗണ്ട് വാടകയായിട്ട് തന്നെ മൈക്ക് സെറ്റിന് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഈ സിസ്റ്റം മേങ്ങുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ല സമയം തന്നെ. ഇങ്ങനത്തെ അവസ്ഥയിലല്ലേ നമുക്ക് എന്തും ചോദിക്കാൻ പറ്റുന്ന രണ്ട് സംഘടനയാണ് നമ്മളെ ദുബൈ വെൽഫെയർ അസോസിയേഷനും പിന്നെ ഞങ്ങളെ ഖത്തർ കമ്മിറ്റിയും. ദുബൈ കമ്മിറ്റി അല്ലേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഖത്തർ കമ്മിറ്റി പ്രസിഡന്റ് ആദം ചാക്ക് ഒരു മെസ്സേജ് ഇട്ട് നോക്കി, മീലാദിൻ്റെ പിരിവ് നടക്കുന്നുള്ളല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ഇൻഷാ അല്ലാഹ് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ രണ്ട് സംഘടനത്തെ ആൾക്കാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അങ്ങനെയല്ലേ അത് നടന്ന പോലെ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഖത്തറിൻ്റെ ട്രഷറർ ഉസ്മാൻ മെസ്സേജ് അയച്ചു. അതായത് നല്ല മൈക്ക് സെറ്റിൻ്റെ ഒരു കൊട്ടേഷൻ എടുത്ത് രേഖയും പിന്നെ പറയണ്ടല്ലോ ഖത്തർ കമ്മിറ്റിയിലത്തെ എല്ലാവരും സഹകരിച്ചിട്ട് ആ എമൗണ്ട് പാസ്സാക്കി കിട്ടി. ഇതല്ലേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. നാട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഓർക്കാറിഞ്ഞെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇതൊരു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഇനി മദ്രസയിൽ ഓതുന്ന ഓരോ ഫാത്തിഹയ്ക്കും ഓരോ സലാത്തിനും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനും ഇനി മീലാദിന് പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു കൂലി ഓരോ അക്കൗണ്ടിൽ കിട്ടിക്കൊണ്ടുണ്ടാവും.